പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോയിൽ നമുക്ക് എന്താണ് അഫർമേഷൻസ് എന്ന് നോക്കാം. സ്ഥിരീകരണങ്ങൾ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞാ വാചകങ്ങളെയാണ് നമ്മൾ അഫർമേഷൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടാവാം, വിഷമിപ്പിക്കുന്ന വാചകങ്ങളുണ്ടാവാം, ആരെങ്കിലും നമ്മളെ വിഷമിപ്പിച്ച പ്രവർത്തികളുണ്ടാവാം. അതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കും. അതായത് അതൊക്കെ നെഗറ്റീവായിട്ടുള്ള എനർജി അല്ലേ. ആ ഒരു ഓർമ്മകളും അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റിയും ഒക്കെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ അതൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കും. ആ നെഗറ്റിവിറ്റിയൊക്കെ മാറ്റി നമ്മളൊരു പോസിറ്റീവ് വൈബിലേക്ക് എത്താൻ നമ്മളെ ഈ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം സഹായിക്കും. നമ്മുടെ മാനസികാരോഗ്യം കൂടാനും ആത്മവിശ്വാസം വർദ്ധിക്കാനുമൊക്കെ അഫർമേഷൻസ് വളരെയധികം നമ്മളെ സഹായിക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ സാമ്പത്തിക ബാധ്യത ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരുന്നാൽ സാമ്പത്തിക ബാധ്യത പോവില്ല. കാരണം പകരം നമുക്ക് സ്ട്രെസ് വരും, സ്ട്രെസ് കൂടും, സ്ട്രെസ് മൂലമുള്ള അസുഖങ്ങളായിരിക്കും അതിൻ്റെ ഫലമായിട്ട് വരുന്നത്. അപ്പോൾ സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിൽ എന്തായാലും അത് ഒഴിവാക്കാനുള്ള ആക്ഷൻസാണ് നമ്മൾ എടുക്കേണ്ടതല്ലേ. അപ്പോൾ നമ്മളതിങ്ങനെ നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കാതെ വിഷമിച്ചാലോചിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ അതിന് ഓപ്പോസിറ്റായിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസ് പറയണം. അതായത് ഐ ആം ഫിനാൻഷ്യലി ഫ്രീ, ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളവനാണ്, അല്ലെങ്കിൽ ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളവളാണ്. അങ്ങനെയാണ് നമ്മൾ അഫർമേഷൻസ് പറയേണ്ടത്. അതായത് അഫർമേഷൻസ് എപ്പോഴും വർത്തമാനകാലത്തിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ വേണം പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അഫർമേഷൻസ് പറയുമ്പം ഞാൻ, എനിക്ക് എന്നുള്ള ഒരു വാക്ക് അവിടെ പ്രധാനമായിട്ടും വേണം. കാരണം നമ്മളോട് തന്നെ പറയുകയാണ്, നമ്മൾ ഉറപ്പിച്ച് പറയുകയാണ്, ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്. ഇപ്പോൾ ആത്മവിശ്വാസക്കുറവുള്ള ഒരു വ്യക്തി എപ്പോഴും എനിക്കത് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, എന്നെക്കൊണ്ട് അത് സാധിക്കില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുക. അതായത് ഐ ആം കോൺഫിഡൻറ്റ്, ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ്. അങ്ങനെ നമ്മുടെ എന്താണോ നമ്മളെ വിഷമിപ്പിക്കുന്ന, നമ്മളെ വീക്കാക്കുന്ന കാര്യം ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള പോസിറ്റീവ് കാര്യം ചെറിയൊരു സെൻറ്റൻസാക്കി പറയുന്നതിനാണ് നമ്മൾ അഫർമേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അഫർമേഷൻസിൽ ഒരിക്കലും ഒരു നെഗറ്റീവ് വേർഡ് വരാൻ പാടില്ല. അതായത് നോട്ട് അല്ലെങ്കിൽ പ്രോബ്ലം, ഇഷ്യൂ, അങ്ങനത്തെ ഒന്നും ഒരു നെഗറ്റീവ് വേർഡ് നമുക്ക് വരാൻ പാടില്ല. ഐ ആം ഫിനാൻഷ്യലി ഫ്രീ, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം ഹെൽത്തി, ഐ ഹാവ് മെൻ്റൽ ടഫ്നെസ്, അങ്ങനെ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസസ് വേണം അഫർമേഷനായിട്ട് പറയാൻ. അഫർമേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ചെറിയ ചെറിയ വാചകങ്ങളാണ്, വലിയ വാചകങ്ങളാക്കിയല്ല പറയുന്നത്. അപ്പോൾ ഈ അഫർമേഷൻസൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നല്ല നല്ല മാറ്റങ്ങൾ വരും. സബ് കോൺഷ്യസ് മൈൻഡിൽ ചേഞ്ചസ് വരുമ്പം അത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ലൈഫിലും അതിൻ്റേതായ ഒരു പോസിറ്റിവിറ്റി കാണാൻ സാധിക്കും. ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഐ ആം കോൺഫിഡൻറ്റ്, ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ്, ഞാൻ ആത്മവിശ്വാസമുള്ളവളാണ് എന്ന സെൻറ്റൻസാണ് പറയേണ്ടത്. അതായത് അത് പറയുകയോ അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യം എഴുതുകയോ ചെയ്യണം. അപ്പോൾ ഈ അഫർമേഷൻസ് പറയുമ്പം നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആൻസേഴ്സ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ടീച്ചേഴ്സ് എംപോസിഷൻ തരുമല്ലേ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല, എംപോസിഷൻസ് ഒക്കെ എഴുതുമ്പം ആരും പഠിച്ചുകൊണ്ടല്ലേ എഴുതുന്നത്. ടീച്ചർ 50 പ്രാവശ്യം എന്ന് പറയുവാണെങ്കിൽ എങ്ങനെയെങ്കിലും 50 പ്രാവശ്യം അങ്ങ് എഴുതി തീർക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉദ്ദേശം. അപ്പോൾ അതുപോലെയല്ല നമ്മൾ അഫർമേഷൻസ് എഴുതേണ്ടത്. അതായത് ആദ്യം നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത്. അതായത് ഇപ്പം നമ്മൾക്ക് സാമ്പത്തിക ബാധ്യത നമ്മുടെ മാറണം. അപ്പം നമ്മൾ എന്താണ് അഫർമേഷൻ പറയേണ്ടത്? ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളവളാണ് അല്ലേ. അപ്പം നമ്മളത് വിഷമിച്ചുകൊണ്ട് പറയരുത്, നമ്മളത് ഫീൽ ചെയ്യണം ആദ്യം. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്, ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൽ വരണം. അത് മാനസികമായിട്ട് നമ്മളത് ഫീൽ ചെയ്യണം. നമ്മൾ പറയണം എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിനറിയാം എന്ത്, ഇവളുടെ അധികം സാമ്പത്തികമൊന്നും ഇല്ല, ഇവൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ല ഞാൻ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തോട്ട് വരരുത്. നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ
പ്രപഞ്ചത്തിൻ്റെ ആകർഷണ നിയമത്തിൽ പറയുന്നതാണ്, നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് വേണം ഈ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ. അപ്പം നമ്മൾ അത് ഫീൽ ചെയ്യണം, നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളെയും കൊണ്ട് പറ്റുന്ന ആക്ഷൻസ് എടുക്കണം. അതായത് എപ്പോഴും ഉന്തിൻ്റെ കൂടെ ഒരു തെള്ളെന്ന് പറയുന്നതിൻ്റെ കൂട്ടാണ് ഈ അഫർമേഷൻസൊക്കെ. നമുക്ക് എന്താണോ ആ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ ഈ അഫർമേഷൻസൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്കതിൻ്റേതായ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റവും ലൈഫിൽ കാണാൻ സാധിക്കും. അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടവരെ കറക്റ്റായിട്ട് എന്താണോ അവരുടെ വീക്കായിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള പോസിറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കുക. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നമ്മളായി എന്നുള്ള ആ ഒരു ഫീല് വരണം. ആ ഫീല് വന്ന ശേഷം അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. പൂർണ്ണമായിട്ടും, അതായത് എനിക്കങ്ങനെ ആകാൻ സാധിക്കും എന്നുള്ള പൂർണ്ണമായിട്ടും വിശ്വസിച്ച് വേണം നമ്മൾ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ. അഫർമേഷൻസ് നമ്മളത് ഫീൽ ചെയ്ത് എഴുതുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിലും നമുക്കത് വായിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവാത്തത് പലതും നമ്മൾ പോയിൻ്റായിട്ട് എഴുതി പഠിക്കുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ എഴുതുന്നത് എപ്പോഴും വായിക്കുന്നതിനേക്കാട്ടിൽ ഫലപ്രദമാണ് നമ്മുടെ മൈൻഡിലേക്ക് കയറാൻ എഴുതുന്നത്, അല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഫർമേഷൻസ് എപ്പോഴും എഴുതി പ്രാക്ടീസ് ചെയ്യണം. അതായത് 10 ടൈംസെങ്കിലും, ചെറിയ വാചകങ്ങളല്ലേ, വേണമെന്ന് വെച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? അപ്പോൾ 10 ടൈംസെങ്കിലും എഴുതി പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും അവരവരുടെ നെഗറ്റീവ് എന്താണോ അത് കണ്ടുപിടിച്ച് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു അഫർമേഷൻസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണേ. അതുവഴി നമുക്ക് കിട്ടുന്ന ഒരു ചേഞ്ചസ് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.